സ്വാഗതം. സായന ടാരോ കാർഡ് റീഡിലേക്ക് ഹാർദവമായി സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് എന്താണ് ഏഞ്ചൽസിന് താങ്കളോട് പറയാനുള്ളത്? ആ ഒരു ചോദ്യമാണ്. എന്ത് വിഷയത്തെക്കുറിച്ചാണ് ഏഞ്ചൽസ് എന്ന് താങ്കളോട് പറയാൻ പോകുന്നത് എന്ന് ഞാൻ ആദ്യം തന്നെ ചോദിക്കുന്നു. ഏഞ്ചൽസ് ഏത് വിഷയമാണെന്ന് ഡീൽ ചെയ്യുന്നത്? ഓക്കെ, ഇതിനെക്കുറിച്ച് എന്താണ് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്? ടെൽ മീ ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ രണ്ട് കാർഡുകൾ ഏഞ്ചൽ ആൻസേഴ്സ് എന്ന് പറയുന്ന കാർഡുകൾ എടുത്തു വയ്ക്കുന്നു. അപ്പോൾ ഏഞ്ചൽസിനോട് ചോദിക്കാം, യെസ് ഏഞ്ചൽ എന്ത് വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഏഞ്ചൽസ് പറയുന്നത് ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ് എന്ന് പറയുന്ന കാർഡാണ്. അതായത് എപ്പോൾ എൻ്റെ മാവ് പൂക്കും എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? ബാക്കി എല്ലാവരുടെയും പൂക്കുന്നു, എന്തുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ നടക്കുന്നില്ല? ഞാനും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ. അപ്പോൾ എന്ന് നടക്കും? ഇതിനെക്കുറിച്ചാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ താങ്കളുടെ ആഗ്രഹ പൂർത്തീകരണം അത് കുറേ കാലമായിട്ട് ഏതെങ്കിലും മേഖലയിൽ തടഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചോദിച്ചു നോക്കാം. ആദ്യ സന്ദേശം എന്താണ്? ഫസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്ന ഏഞ്ചൽസ് കോംപ്രമൈസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആരോട് കോംപ്രമൈസ് ചെയ്യാൻ നമുക്കറിയില്ല. എന്തായാലും കോംപ്രമൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹം ആ ഒരു റേഞ്ചിൽ കിട്ടാൻ വഴിയില്ല എന്ന് തന്നെയാവാം. ദിസ് ഇസ് എ സാഡ് ട്രൂത്ത്. അപ്പോൾ ഏഞ്ചൽസ് ഇങ്ങനെയാണ് പറയുന്നത്, ഇത് ചിലപ്പോൾ നമുക്ക് ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നേക്കാം. വിട്ടുവീഴ്ചകൾ ചെയ്താൽ ഒരു പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ കുറച്ച് നടന്നേക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം ഉത്തരം എന്താണ് ഏഞ്ചൽസിന് പറയാനുള്ളത് നമുക്ക് നോക്കാം. കമൺ ഏഞ്ചൽസ്, വാട്ട് യു ഹാവ് ടു സേ? യെസ്, താങ്ക് യു വെരി മച്ച്. അവസാനം ഏഞ്ചൽസ് കണ്ണു തുറന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് നടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ചില വിട്ടുവീഴ്ചകൾ നടത്തിയാൽ നമ്മുടെ ആഗ്രഹം സാധീകരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ താങ്കളോട് ഇങ്ങനെയാണ് ഇന്ന് രാത്രി ഏഞ്ചൽസ് പറയുന്നത്. എന്തായാലും താങ്കളുടെ ആഗ്രഹങ്ങൾ സാധീകരിക്കട്ടെ. ചിലപ്പോൾ ആ ഉദ്ദേശിച്ച റേഞ്ചിൽ കിട്ടിയില്ലെങ്കിലും ചില വിട്ടുവീഴ്ചകൾ, ചില കോംപ്രമൈസുകൾ എല്ലാം ചെയ്താൽ സാധിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഐ വിഷ് യു ഗുഡ് നൈറ്റ്. താങ്കളുടെ ആഗ്രഹം സാധിക്കട്ടെ. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച്.